ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. യുഎസും ഇറാനും തമ്മിലുള്ള കരാർ വെള്ളിയാഴ്ച ഒപ്പിടും എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെ ഇന്നലെ ആഗോള വിപണികൾ ഒന്നടങ്കം കുതിച്ചുയരുകയുണ്ടായി. ഇന്ത്യൻ വിപണിയിലും ആ ഒരു ഉണർവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി ഏകദേശം 1%, മിഡ് ക്യാപ്പ് 1.25% ഉയർന്നു. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് സ്വല്പം മങ്ങിയ പ്രകടനം കാഴ്ചവെച്ചത്. റുപ്പി ഡോളറിനെതിരെ ഒരു മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതുകൂടാതെ US വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് അവിടെ FOMC മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഇന്നാണ് പുറത്തു വരുന്നത്. ചൈനയുടെ IIP ഡാറ്റ, അങ്ങനെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ നടക്കുന്ന ഒരു ദിവസമാണ്. ഏതായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ US വിപണിയിലേക്ക് ഒരു ഗംഭീര റാലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അമേരിക്കയും ഇറാനും മിഡിൽ ഈസ്റ്റ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക ധാരണയിലെത്തിയതോടെ അമേരിക്കൻ ഓഹരി വിപണികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു റാലിയാണ് ഉണ്ടാക്കിയത്. നാസ്ഡാക്ക് 3% നേട്ടമുണ്ടാക്കി. പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷകൾ ക്രൂഡ് ഓയിൽ വില ഇടിയാനുള്ള കാരണമായി. US ക്രൂഡ് ഓയിൽ ഇന്നലെ 5% ഇടിവാണ് ഉണ്ടാക്കിയത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇന്ന് $83 ട്രേഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന പുറത്തു വരുന്നത്, സമാധാന കരാറിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കപ്പൽ പാതകളിൽ ഒന്നായിട്ടുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വഴി എണ്ണ ടാങ്കറുകൾ വീണ്ടും സഞ്ചരിക്കാൻ ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഡീൽ സൈൻ ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന പ്രസ്താവനകൾ ഓരോന്നും ലോക വിപണികൾ ശ്രദ്ധാപൂർവമായിരിക്കും വീക്ഷിക്കുക. ഇതുകൂടാതെ വ്യാപാര ഡാറ്റ സ്ഥാപനമായിട്ടുള്ള കെപ്ലറിന്റെ അഭിപ്രായത്തിൽ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോർമുസ് കടൽപാത വഴിയുള്ള ഗതാഗതം ഏകദേശം 50% പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ തന്നെ ഗുണം ചെയ്യും. മറ്റൊരു കാര്യം കൂടി ഇന്നലെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണാനുള്ളത്, വെസ്റ്റ് ഏഷ്യയിലെ വാറ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി മെയ്യിൽ 18% ഉയർച്ചയാണ് ഉണ്ടാക്കിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെസ്റ്റ് ഏഷ്യൻ വാറുമൊക്കെയായി ബന്ധപ്പെട്ട് കയറ്റുമതി കുറച്ച് സമ്മർദ്ദം നേരിടും എന്ന് കരുതിയിരുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ 18% ഒരു ഉയർച്ച ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് മെർക്കൻഡൈസ് എക്സ്പോർട്സ് മെയ് മാസത്തിൽ 18% വർദ്ധിച്ച് $45.2 ബില്യൺ അത് തന്നെ മാർച്ച് മാസത്തിലെ കയറ്റുമതി ഡാറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. മാർച്ച് മാസത്തിൽ കയറ്റുമതി യുദ്ധത്തെ തുടർന്ന് $2.62 ബില്യൺ താഴ്ന്ന നിലയിലായിരുന്നു. എന്നാൽ മെയ് മാസത്തിൽ അത് $5.3 ബില്യൺ കഴിഞ്ഞ വർഷത്തെ നിലയിലേക്ക് തിരിച്ചെത്തിയത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. ഇന്ത്യയുടെ കയറ്റുമതിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മെയ് മാസത്തിൽ 20.6% ഉയർന്ന് $73.41 ബില്യൺ വ്യാപാര കമ്മി ട്രേഡ് ഡെഫിസിറ്റ് $28.81 ബില്യൺ എത്തി നിൽക്കുന്നത്. ഇത് രണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇറക്കുമതി 20.6% ഉയർന്നു എന്നതും വ്യാപാര കമ്മി വർദ്ധിച്ചു എന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം വ്യാപാര കമ്മി $22.5 ബില്യൺ ആയിരുന്നു. അവിടെ നിന്നുമാണ് ഒരു ഷാർപ്പായിട്ടുള്ള റൈസ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ട്രേഡ് ഡാറ്റ മിക്സഡ് ആയതിനു ശേഷം ഇന്നലെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ മെയ് മാസത്തിൽ 9.68% ഉയർന്നിരിക്കുന്നത്. ഏപ്രിലിൽ അത് 8.26% വർധനവിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫ്യൂവൽ ആൻഡ് പവർ കൺസംഷൻ ഭയങ്കരമായിട്ട് ഉയർന്നിരുന്നു. 30.33 ഫ്യൂവൽ ആൻഡ് പവർ ഇൻഫ്ലേഷനായിട്ട് പുറത്തു വന്നിരുന്നത്. അതിൽ തന്നെ ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഇൻഫ്ലേഷൻ 61.51% ഉയർന്നിരിക്കുന്നത്. മിനറൽ ഓയിൽസിൻ്റെ ഇൻഫ്ലേഷനും 49.82% ഉയർച്ച രേഖപ്പെടുത്തി. അതുതന്നെയാണ് നമുക്ക് WPI ഇൻഫ്ലേഷനിലും മൊത്തത്തിൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഉയർന്നിരിക്കുന്നത്. മറ്റ് ഇൻഫ്ലേഷനുകൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് ഇൻഫ്ലേഷൻ 7.48% ഉയർന്നു. പ്രൈമറി ആർട്ടിക്കിൾസ് ഇൻഫ്ലേഷൻ 4.99%, ഫുഡ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 4.49% എന്നിങ്ങനെയാണ്. ഏതായാലും അടുത്ത മാസത്തിനൊക്കെ ശേഷം വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റകൾ കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വെള്ളിയാഴ്ചയാണ് ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പ്രസ്താവനകളൊന്നും വന്നില്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഡീൽ സൈൻ ചെയ്യാനും ഇൻഫ്ലേഷൻ കുറയാനുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്തതായി അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. മൺസൂൺ മഴ കുറവാണ്. ജൂൺ 1 മുതൽ 14 വരെ ഇന്ത്യയിൽ ലഭിച്ച മഴ 40.2 mm മാത്രമാണ്. സാധാരണ ലഭിക്കേണ്ടത്
56.1 mm ആണ്. അതിനാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കുറവ് 28.4%. ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ കർഷകരുടെ വരുമാനത്തെ ഇത് ബാധിക്കുമെന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. ഇനി ഇന്നത്തെ ഗ്ലോബലി നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇവൻസുകളുണ്ട്, അത് നോക്കാം. ചൈനയിൽ നിന്നും IIP ഡാറ്റ ഇന്ന് പുറത്തു വരികയാണ്. ഹൗസിംഗ് പ്രൈസസ് ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. US നിന്നും ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നാണ്. ഇതുകൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ FOMC മീറ്റിംഗ് 2 ദിവസത്തെ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള 1 വർഷത്തിലേറെയായി നടക്കുന്ന വ്യാപാര ചർച്ചകൾക്കൊടുവിൽ അമേരിക്കൻ ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീർ അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കും. ജൂൺ 23, 24 തീയതികളിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് FISന്റെ ബൈങ്ങിനെ കുറിച്ചാണ്. ആഴ്ചകൾക്ക് ശേഷം FIS ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തിരിക്കുന്നു. ഇന്നലെ 200 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIS ആവട്ടെ 3189 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏതായാലും FISന്റെ ഭാഗത്തു നിന്നും ഒരു ടേൺ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കൃത്യമായി തന്നെ സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാമത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. വിപ്രോ ആയിരുന്നു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. 4% മുകളിൽ ഉയർന്നു. 4.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇൻഫോസിസ് 1% ഇടിവുണ്ടാക്കി. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 2% ഉയർന്നപ്പോൾ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ നല്ല നേട്ടമാണ് ഗോൾഡ് പ്രൈസുകളിൽ കണ്ടത്. ഏകദേശം 2% മുകളിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,11,120 എന്ന നിലയിലായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കണ്ടൻസ് നമ്മൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്താറുണ്ട്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,928 എന്ന നിലയിൽ 37 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 10 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ആദ്യം ഇന്നത്തെ ഒരു മേജർ ഡീലായിട്ട് നമുക്ക് പറയാനുള്ളത് HCL ടെക്നോളജീസുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി ആക്സൺ വൈസിൽ, അതായത് സർവം AI-യിൽ 10.46% ഓഹരികൾ 1427.25 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി എന്നുള്ളൊരു വാർത്ത വരുന്നു. അടുത്തതായി SBI ആണ്. ഫണ്ട് സമാഹരിക്കുന്നതിന് ചർച്ച ചെയ്യാൻ ഡയറക്ടർ ബോർഡ് ജൂൺ 18 യോഗം ചേരും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനി 1000 കോടി രൂപ വരെയുള്ള നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി പൂർത്തീകരിക്കാൻ ബോർഡ് അംഗീകാരം നൽകി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് അടുത്തത്. ഓഫർ ഫോർ സെയിൽ വഴി സർക്കാർ 5% വരെ ഓഹരികൾ വിൽക്കുന്നു. ജൂൺ 16, 17 തീയതികൾ, അതായത് ഇന്നും നാളെയുമായിട്ടാണ് OFS നടക്കുക. അടിസ്ഥാന വിലയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് 352 രൂപയാണ്. അടുത്തത് ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനി 2000 കോടി രൂപയുടെ IPO ഫണ്ട് സമാഹരണം കമ്പനി ആരംഭിച്ചു. ഒരു ഓഹരിക്ക് 8,966.13 എന്ന രൂപയാണ് അടിസ്ഥാന വിലയായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.